എല്ലാ കാര്യങ്ങളും മറ്റൊരു മന്ത്രി പ്രഖ്യാപിക്കുന്നു. നമ്മുടെ രോഗികൾക്ക് ആശ്വാസം കൊടുക്കുന്നതാണ് DYFI കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ള പൊതിച്ചോറ് വിതരണം. ഒരു 12 മണിയാകുമ്പോൾ ആളുകൾ ഇങ്ങനെ വന്ന് ക്യൂ നിൽക്കും DYFIയുടെ പതാകയും നോക്കിയിട്ട്. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം ഈ കേരളത്തിൽ എത്ര കാലമായി? 10-20 കൊല്ലത്തിലധികമായി. ഞാനത് നാളെ മുതൽ അവസാനിപ്പിക്കും. ഏത് മന്ത്രിയായത്? എന്താ അദ്ദേഹം ഇങ്ങനൊരു പ്രഖ്യാപനം നടത്താൻ? കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പരിശോധിക്കില്ലേ? പരിശോധിച്ച് വരട്ടെ. ഞാനത് പരിശോധിച്ച ഒരാളല്ലല്ലോ, എനിക്ക് പറയാൻ പറ്റും. എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്, പരിശോധിച്ച് വരട്ടെ. വന്നാൽ അതിൽ ശരിയും തെറ്റും നോക്കിയിട്ട് പറയാം. കേരളത്തിലിപ്പോൾ KSEBിയിലാണെങ്കിലും പവർ കട്ട് വരുന്നു, ഒരുപാട് കാര്യങ്ങൾ. കേരളത്തിലെ UDF ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേടുകൊണ്ട്, പ്രാപ്തികേടുകൊണ്ട് ഓരോ വകുപ്പും ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു മുഖ്യമന്ത്രി പറയുകയാണ് 10,000 കോടി ടാറ്റ കപ്പലുണ്ടാക്കാൻ പോകണം. എവിടെയാണ് കപ്പൽ? എന്താ ഒരു മുഖ്യമന്ത്രി പറയുന്നത്? അദ്ദേഹത്തിന് നിശ്ചയമുണ്ട്. ഒരു മുഖ്യമന്ത്രിയല്ലേ? എന്തടിസ്ഥാനത്തിലാണ് പ്രഖ്യാപിക്കുന്നത്? എന്തൊക്കെ നിലപാടാണ് സ്വീകരിക്കുന്നത്? ഇതൊരു വിഷയത്തിൽ മാത്രമാണ്. എല്ലാ കാര്യങ്ങളും മറ്റൊരു മന്ത്രി പ്രഖ്യാപിക്കുന്നു. നമ്മുടെ രോഗികൾക്ക് ആശ്വാസം കൊടുക്കുന്നതാണ് DYFI കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ള പൊതിച്ചോറ് വിതരണം. ഒരു 12 മണിയാകുമ്പോൾ ആളുകൾ ഇങ്ങനെ വന്ന് ക്യൂ നിൽക്കും DYFIയുടെ പതാകയും നോക്കിയിട്ട്. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം ഈ കേരളത്തിൽ എത്ര കാലമായി? 10-20 കൊല്ലത്തിലധികമായി. ഞാനത് നാളെ മുതൽ അവസാനിപ്പിക്കും. ഏത് മന്ത്രിയായത്? എന്താ അദ്ദേഹം ഇങ്ങനൊരു പ്രഖ്യാപനം നടത്താൻ? കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല. ഒരു കാര്യത്തെക്കുറിച്ച് നിശ്ചയമില്ല, ഭരണപരമായൊരു നിരീക്ഷണമില്ല, അവരുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് അവർക്ക് ധാരണയില്ല. അതാ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെവിടെ കൊണ്ട് ചെന്നെത്തിക്കും? മുഖ്യമന്ത്രി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കെല്ലാം അത് സംബന്ധിച്ചിട്ടുള്ള നിശ്ചയം ഉണ്ടാവും. നിങ്ങളെല്ലാം അത് സംബന്ധിച്ച് വാർത്തകൾ കൊടുത്തിട്ടുള്ളവരാണ്. എന്തൊക്കെയാണ് ചെയ്തു വെക്കണത്? അപ്പോൾ ഇത് കാര്യശേഷിയില്ലാത്തൊരു ഗവൺമെൻറ്റാണ്. പരസ്പരം മന്ത്രിമാരെ സംബന്ധിച്ച് കൂടിയാലോചനകളോ ചർച്ചകളോ ഇല്ല. കാര്യങ്ങൾ ആലോചിച്ച് കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. വൈദ്യുതി രംഗത്ത് പവർ കട്ടും ലോഡ് ഷെഡിങ്ങും അല്ലേ? 10 കൊല്ലം ഇവിടെ പവർ കട്ട് ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാം എഴുതിയില്ലേ? പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്തൊരു കേരളം. വെളിച്ചം, വൈദ്യുതി ആവശ്യം പോലെ ജനങ്ങൾ കൊടുത്തില്ലേ? ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കുറവാണ്. പക്ഷേ കേരളം ഇരുട്ടിലേക്ക് പോകരുത്. അതുകൊണ്ട് തന്നെ എവിടെ നിന്നൊക്കെ വൈദ്യുതി കിട്ടും വാങ്ങി കേരളത്തിൻ്റെ വെളിച്ചം കൊടുക്കാൻ 10 കൊല്ലക്കാലം പരിശ്രമിച്ചു. ഇപ്പോഴെന്താ പറയുന്നത്? പ്രാർത്ഥിക്ക് മഴ പെയ്യാൻ. ഇതാണോ ഒരു മന്ത്രി പറയേണ്ടത്? എത്ര ദുർബലമാണത്? ഈ സമരക്കാരെ കുറിച്ച് പറയുമ്പോൾ അതെനിക്ക് തോന്നുന്നൊരു കാര്യം ഞാൻ പറയാം. വൈദ്യുതിയുടെ ചാർജ് വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണ് അതിൻ്റെ പിന്നിൽ. ഇവിടെ ഇങ്ങനെ പവർ കട്ട് ലോഡ് ഷെഡിംഗ് ഒക്കെ വരുത്തി വൈദ്യുതി ഇല്ല, എന്നാൽ ഇരിക്കട്ടെ, കുറച്ച് വരെ അങ്ങ് വർദ്ധിപ്പിച്ച് കളയാം. മഴയുമില്ല, എന്നാൽ പിന്നെ വില കൂട്ടിക്കളയാം. അതിൻ്റെ തുടക്കമാണിത്. ഇതൊന്നും കേരളം ക്ഷമിക്കുമെന്ന് ധരിക്കരുത്.